നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് 23-ന് രാവിലെ 10:30 അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തെ സ്വീകരിക്കും. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ആദ്യത്തെ BJP മേയർ, പ്രോട്ടോകോൾ അനുസരിച്ച് തിരുവനന്തപുരത്തെ ആദ്യത്തെ BJP മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുമെന്നതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. 2 മണിക്കൂറാണ് സംസ്ഥാനത്തെ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ 4 പുതിയ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരം നഗരവികസന രേഖയുടെ പ്രഖ്യാപനവും പൊതുസമ്മേളനവുമാണ് രണ്ടാമത്തെ പരിപാടി. 2 പരിപാടികളും പുത്തരിക്കണ്ടം മൈതാനത്താണ് നടക്കുന്നത്. റെയിൽവേക്കായി പ്രധാന വേദിക്ക് സമീപം 500 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക വേദി ഒരുക്കാനാണ് തീരുമാനം. മാത്രമല്ല, രാവിലെ 10:30 പ്രധാനമന്ത്രി എത്തുമെന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ഇത് തുടർന്ന് 10:45 മുതൽ 11:20 വരെയാണ് റെയിൽവേയുടെ പരിപാടി അവസാനിച്ച ശേഷമാണ് BJPയുടെ പൊതുസമ്മേളനം നടക്കുക. അതിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ പഞ്ചായത്ത് തല ഭാരവാഹികളാണ് യോഗത്തിന് എത്തുക. രാജ്യത്തെ മറ്റു നഗരങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയ വികസന പദ്ധതികൾ തിരുവനന്തപുരം നഗരത്തിന് പരിചയപ്പെടുത്താനും അത് നടപ്പാക്കുന്നതിന് തുടക്കമിടുന്നതിനുമായി ഫെബ്രുവരിയിൽ 5 ദിവസത്തെ നഗരവികസന കോൺക്ലേവ് നടപ്പാക്കുക എന്ന പദ്ധതി കൂടി BJP ആവിഷ്കരിക്കുന്നുണ്ട്. കോർപ്പറേഷന്റെ നേതൃത്വത്തിലായിരിക്കും കോൺക്ലേവ് BJP സംഘടിപ്പിക്കുക. മാതൃകാ പദ്ധതികൾ നടപ്പാക്കിയ വിവിധ നഗരങ്ങളിലെ മേയർമാരെയും കേന്ദ്ര സർക്കാർ പ്രതിനിധികളെയും ഇതിൽ പങ്കെടുപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. അതേസമയം 4 ട്രെയിനുകളുടെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം എന്തായാലും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ നിർവഹിക്കും. പിന്നാലെ അതേ വേദിയിൽ തന്നെയാണ് BJP സംഘടിപ്പിക്കുന്ന പരിപാടി നടക്കുന്നത്. BJP ആദ്യമായി ഭരണം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയുള്ള തലസ്ഥാന വികസന പദ്ധതി പ്രഖ്യാപനം ഈ ചടങ്ങിൽ ഉണ്ടാകും. 12:40 അദ്ദേഹം ചെന്നൈയിലേക്ക് പോകും. ഫെബ്രുവരിയിൽ റെയിൽവേയുടെ ഉൾപ്പെടെ പരിപാടികൾക്കായി പ്രധാനമന്ത്രി വീണ്ടും തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് വിവരം. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനായി ഒരുങ്ങുകയാണ് BJP പ്രവർത്തകർ. അതേസമയം 23-ന് നടക്കുന്ന പരിപാടിക്കായി റെയിൽവേയും BJPയും സെൻട്രൽ സ്റ്റേഡിയമാണ് ആദ്യം പരിഗണിച്ചത്. ഇതിനായി ഇരു കൂട്ടരും സർക്കാരിനെ സമീപിച്ചു. പക്ഷേ 26-ന് ഇവിടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചു. തുടർന്നാണ് പുത്തരിക്കണ്ടം മൈതാനം അനുവദിച്ചത്. ഇരു പരിപാടികളും പുത്തരിക്കണ്ടത്തെ വേദിയിൽ സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് സെൻട്രൽ സ്റ്റേഡിയം കിട്ടാതെ വന്നതോടെയാണ്. സെൻട്രൽ സ്റ്റേഡിയം വിട്ടുകൊടുക്കാത്തതിന്റെ പേരിൽ BJP സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. BJP മുറുമുറുപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയം ആയിരുന്നു ലക്ഷ്യം. പക്ഷേ അത് അതായത് 26-ന് റിപ്പബ്ലിക് ദിന പരിപാടികൾ നടക്കുന്ന കാരണം ചൊല്ലി ആ ഒരു സെൻട്രൽ സ്റ്റേഡിയം അവഗണിക്കുക അല്ലെങ്കിൽ നിരസിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് BJP പ്രധാനമന്ത്രി എത്തുന്ന പരിപാടി മാറ്റിയിരിക്കുന്നത്. എന്തായാലും അതിൽ BJPക്ക് വലിയ രീതിയിലുള്ള അമർഷമുണ്ട് എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനായി ഒരുങ്ങുകയാണ് തലസ്ഥാനം. BJP പ്രവർത്തകർ അടക്കം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ വിപുലീകരണം, അതുപോലെ തന്നെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ഗതാഗത ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും 23-ാം തീയതി ഉണ്ടാകും. തിരുവനന്തപുരത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗതാഗത ക്രമീകരണം എത്തരത്തിലാകും എന്ന കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ പോലീസ് അതുപോലെ അധികൃതർ വേണ്ട രീതിയിലുള്ള അറിയിപ്പുകൾ നൽകും. എന്തായാലും ഗതാഗത ക്രമീകരണം ഉറപ്പായിട്ടും ഉണ്ടാകും. ജാഗ്രതയോടെ ഇരിക്കുക. BJPയുടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. കേരളത്തിൽ താമര വിരിയുക എളുപ്പമായിരുന്നില്ല എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടിയ BJP ഇനി കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയാണ് കാണാൻ പോകുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുമെന്നും അമിത്ഷായുടെ ഒളിയമ്പ്. മാത്രമല്ല, അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP കോർ കമ്മിറ്റി യോഗവും NDA നേതൃയോഗവും ചേർന്നിരുന്നു. വികസിത സുരക്ഷിത വിശ്വാസ സംരക്ഷണ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു BJPയുടെ തിരഞ്ഞെടുപ്പ് ഒരുക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചു അമിത്ഷാ. ഗുജറാത്ത് മോഡലിൽ കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും അമിത്ഷാ നടത്തി. കേരളത്തിൽ NDAയും മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി എന്നിവർ ഉൾപ്പെടുന്ന UDFും തമ്മിലാണ് പ്രധാന മത്സരമെന്ന് ഈ ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി സംസ്ഥാനത്തെത്തിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരത്തെ കളം പിടിക്കാനായിരുന്നു
BJPയുടെ ശ്രമം. എന്നാൽ പ്രധാനമന്ത്രി എത്തിക്കാൻ സാധിച്ചു. മാത്രമല്ല മേയർ സ്ഥാനത്തേക്ക് BJP അല്ലെങ്കിൽ ഈ ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതോടെ ഇത്ര ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്ന ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ഈ ജനുവരിയിൽ തന്നെ പ്രധാനമന്ത്രി എത്തിക്കാനാകുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇന്ത്യയിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ഷെയ്ഖ് മുഹമ്മദ് ന്യൂഡൽഹിയിൽ എത്തിയത്. ഈ സന്ദർശനം ഹ്രസ്വമാണ്. ഇരു നേതാക്കളും പരസ്പര താല്പര്യങ്ങൾ, അതുപോലെ തന്നെ ആഗോള പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ത്യയും ഗൾഫ് പങ്കാളികളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുന്ന കാലഘട്ടത്തിലാണ് UAE പ്രസിഡന്റിന്റെ സന്ദർശനം. സാമ്പത്തിക സഹകരണം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കരാറുകളിലൂടെ ഇന്ത്യയും അബുദാബിയും വർഷങ്ങളായി സമഗ്രമായ പങ്കാളിത്തം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെയും UAE നേതാക്കൾക്കിടയിൽ അടുത്തിടെ നടന്ന ഉന്നതതല ചർച്ചകളെ തുടർന്നാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ സന്ദർശനം. പ്രസിഡന്റായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ 3ാമത്തെ സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു വരവിന് പിന്നിലുണ്ട്. ഈ രീതി തുടരുമെന്നാണ് UAE പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുമ്പോൾ അത് മറ്റു ചില സമവാക്യങ്ങൾ കൂടി കുറിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും വിമാനത്താവളത്തിൽ നിന്ന് മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഒരുമിച്ചാണ് കാറിൽ മടങ്ങിയത്. ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിലെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനെയും കുടുംബത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. മോദിയുടെ ക്ഷണപ്രകാരമാണ് UAE പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയും UAEയും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ ധാരണ, സാംസ്കാരിക ബന്ധങ്ങൾ, വളരുന്ന സാമ്പത്തിക സഹകരണം എന്നിവയിൽ അധിഷ്ഠിതമായ ബഹുമുഖ ബന്ധമാണ് നിലവിലുള്ളത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സംവിധാനം, ഉഭയകക്ഷി നിക്ഷേപ കരാർ തുടങ്ങിയ ചട്ടക്കൂടുകളിലൂടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. UAE ഇന്ത്യയുടെ പ്രധാന വ്യാപാര നിക്ഷേപ പങ്കാളികളൊന്നായി തുടരുന്നുവെന്നും പശ്ചിമേഷ്യൻ മേഖലയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കടക്കുകയാണെന്നും പ്രധാനമന്ത്രിയും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.